DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരായ നീക്കങ്ങളിൽ സർക്കാരിന് തിരിച്ചടി. കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള വിജിലൻസ് ക്ലിയറൻസ് യോഗേഷ് ഗുപ്തയ്ക്ക് നൽകാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. 5 പ്രവൃത്തി ദിവസങ്ങൾക്കകം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകണമെന്നാണ് ഉത്തരവ്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട വിജിലൻസ് ക്ലിയറൻസ് വൈകുന്നതിനെതിരെയാണ് യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഹർജിയിൽ ഇരുഭാഗത്തെയും വിശദമായി കേട്ട ശേഷമാണ് ട്രിബ്യൂണൽ തീരുമാനം. കേന്ദ്ര നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും 5 ദിവസത്തിനകം അയക്കണമെന്നാണ് ഉത്തരവ്. ഇത് നടപ്പായാൽ അടുത്ത മാസം 7 മുൻപ് യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സർക്കാർ ട്രിബ്യൂണലിനെ അറിയിച്ചിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ട്രിബ്യൂണൽ ഉത്തരവ്. 10 തവണ ആവശ്യപ്പെട്ടിട്ടും വിജിലൻസ് ക്ലിയറൻസ് നൽകാത്തതിനെ ട്രിബ്യൂണൽ രൂക്ഷമായി വിമർശിച്ചു. വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കാൻ നിരവധി തവണയാണ് യോഗേഷ് ഗുപ്ത സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ വ്യക്തമായ മറുപടി സർക്കാർ നൽകിയില്ല. അതിനിടെ യോഗേഷ് ഗുപ്തയെ അപ്രധാന സ്ഥാനങ്ങളിലേക്ക് നിരന്തരം മാറ്റുകയും ചെയ്തു. നിലവിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറാണ് യോഗേഷ് ഗുപ്ത. ബി അശോകിന് പിന്നാലെ യോഗേഷ് ഗുപ്തയ്ക്ക് അനുകൂലമായ തീരുമാനം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വന്നതോടെ ഇനിയുള്ള സർക്കാർ നീക്കങ്ങൾ നിർണായകമാണ്. ക്യാമറ പേഴ്സൺ അരുൺ നീണ്ടൂരിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.